വേറെ ഒന്നുമില്ല. അതാ ഷാജി വന്ന് നോക്കിയാണ് എന്തെങ്കിലും ഉണ്ടോ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. കണ്ടല്ലോ ഷാജി കിട്ടിയത് 100 രൂപയുടെ ഇരയും പോയി. പൂച്ച കാവലാണ്. നിന്റെ കാലിൻ്റെ അടി നോക്കൂ, പൂച്ച ഉണ്ടല്ലോ. അവനാണ് കാവല് കേട്ടോ. ഏതായാലും വരാനിരിക്കുന്ന കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. ഏകദേശം 2 മാസത്തിൽ കൂടുതലായി ഒരു മീൻ പോലും നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഡെയിലി 100 രൂപയുടെ ചാളയും അയലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മീൻ പിടിക്കാനായിട്ട് ഇരിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഒരു മീൻ പോലും നമ്മുടെ ചൂണ്ടയിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഡെയിലി താണ്ട ഈ കാണുന്നത് പോലെ കണ്ടോ ചാള, നമ്മുടെ ഇവിടെ മത്തി ചാള എന്നൊക്കെ പറയുന്ന ഈ സാധനം ഇല്ലേ ഇത്, അതുപോലെ താണ്ട അയില, ഇത് അയില. അപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സാധനം നമ്മുടെ ഈലെന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഏകദേശം ഒരു 4, 5, 6 ചൂണ്ടയൊക്കെ നമ്മുടെ വിഴിഞ്ഞ ഹാർബർ അറിയാലോ, ഈ ബോട്ടൊക്കെ അടുപ്പിച്ചിരിക്കുന്നതിൻ്റെ അവിടെ പോവുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ മീൻപിടുത്തമൊക്കെ നിർത്തി നമ്മൾ ആ 2 മാസത്തിന് മുൻപ് തിരണ്ടി മീനും അതുപോലെ ഹമൂർ മീനും പിന്നെ നമ്മുടെ വെള്ള പൈന്തിയൊക്കെ പിടിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പയ്യന്മാരാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ പിടിക്കാനായിട്ട് വരുന്നത്. പക്ഷെ ആ പയ്യന്മാരും പറയുന്നത് പറയാൻ, ചേട്ടാ മീനൊന്നും നമുക്ക് കിട്ടുന്നില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ പൂലാവ് പിടിക്കാനായിട്ട് മൈദ മാവൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പയ്യന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് രാവിലെ സമയങ്ങളിൽ. പക്ഷെ ഞാൻ വരുന്നത് രാത്രിയാണ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഈ 8 മണിയായിട്ട് എനിക്ക് കിട്ടിയത് 2 ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചതിൻ്റെ വണ്ടിയുടെ ആ അടിയിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഒരു പൂച്ച വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ആ സാധനം എടുത്തുകൊണ്ട് പോകാൻ. കാരണം ആ മീനല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈല്, അഞ്ചാള എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ ഇരുന്നിട്ട് കണ്ട ട്രോള് എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഞാൻ മീൻ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ചൂണ്ട ഇട്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് കിട്ടിയ 2 മീനല്ല 5 ആൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് മീൻ പിടിക്കാൻ വരുന്ന പയ്യന്മാരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ മീനൊക്കെ വളരെ കുറവാണ്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ മീൻ എന്തെങ്കിലും ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ 2-3 കിലോ സൈസുള്ള ഒരു ഹമൂർ മീനെങ്കിലും കിട്ടിയിരുന്നതാണ്. 2 മാസത്തിൽ കൂടുതലായി ഞാൻ ഡെയിലി 100 രൂപയുടെ മീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ മീനിനെ വളർത്താൻ വേണ്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ 5 ആളെ മീൻ തന്നെയാണ് വന്ന് കടിച്ചുകൊണ്ട് പോകുന്നത്. ഏതായാലും ഞാൻ കുറച്ച് സമയം കൂടെ കാണും, ഒരു 9 മണി വരെയൊക്കെ ഇരുന്ന് നോക്കാം. എന്തെങ്കിലും ഒരു മീൻ കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പുലി 5 ആളെ എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ ടൈഗറില്ലേ, ആ ടൈഗറിൻ്റെ ആ പുറത്ത്, അതായത് തൊലിപ്പുറത്ത് വരുന്ന ആ വരയും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, പുലി 5 ആള്. അപ്പം അത് ജീവനോടെ നമ്മുടെ വിഴിഞ്ഞ അക്യൂരത്തിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുന്ന സാധനമാണ്. പക്ഷെ അതിൻ്റെ ചൂണ്ടയൊക്കെ ഊരിയിട്ട് വേണം നിങ്ങൾ കൊണ്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ചൂണ്ട ഊരുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. കടിച്ചു കഴിഞ്ഞാൽ വിഷമാണ് കേട്ടോ. അത് നമ്മുടെ പട്ടി കടിക്കുന്നത് പോലുള്ള ഒരു രീതിയാണ് ആ സാധനം കടിച്ചു കഴിഞ്ഞാൽ.